ഇടുക്കി പെരുവന്താനം മാടമ്പയിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമനാണ് മരിച്ചത്. മകനൊപ്പം റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, വളരെ ദാരുണമായ ഒരു അപകടത്തിലാണ് ഇപ്പോൾ മരണവാർത്ത കൂടി വന്നിരിക്കുന്നത്. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. ഇടുക്കി കോട്ടയം അതിർത്തി പ്രദേശമായ പെരുവന്താനത്താണ് ഈ സംഭവം നടക്കുന്നത്. മകനോടൊപ്പം ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്ന കാഞ്ഞിരപ്പള്ളി തലമ്പക്കാട് സ്വദേശി പുരുഷോത്തമൻ എന്ന 64-കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ കാട്ടാന എത്തുകയും പുരുഷോത്തമനെ തട്ടിമറിച്ചിടുകയുമായിരുന്നു. ഈ ആക്രമണത്തിന്റെ അതേ സമയത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പുരുഷോത്തമൻ മരണപ്പെട്ടു. ഇപ്പോൾ നിലവിൽ പുരുഷോത്തമന്റെ മൃതദേഹം പെരുവന്താനത്തുള്ള സ്വകാര്യ ആശുപത്രി, മുണ്ടക്കയത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നിരന്തരം ഇത്തരം കാട്ടാനയുടെ ശല്യം അനുഭവപ്പെട്ടിരുന്ന പ്രദേശമാണ് ആ മേഖല എന്നാണ് പറയുന്നത്. പലവട്ടം പരാതിപ്പെട്ടിരുന്നു. നിലവിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള തീരുമാനമാണ് ഈ ഘട്ടത്തിൽ എടുത്തിട്ടുള്ളത്. കൃത്യമായ പരിശോധനകൾ അടക്കം നടത്തിയതിനു ശേഷം നഷ്ടപരിഹാരം അടക്കം നൽകുന്ന കാര്യം ആലോചിക്കുമെന്ന് വനം വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. ഏതായാലും 64-കാരനായ കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ഇത് നിരന്തരം കാട്ടാന ആക്രമണത്തിന്റെ വാർത്തകൾ ഇടുക്കി ജില്ലയിൽ നിന്നുണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടി പ്രസക്തമാണ് ഇത്തരം സംഭവങ്ങൾ. കാട്ടാനയുടെ ശല്യം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ആക്രമണം, ഒരു കൊലപാതകത്തിലേക്ക് പോകുന്നത് ഇത് വീണ്ടും സംഭവിക്കുകയാണ്. ഇടുക്കി പെരുവന്താനം, കോട്ടയം ജില്ലയുടെ അതിർത്തി മേഖലയായ പെരുവന്താനത്താണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ 64-കാരൻ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ജിൽസി, ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.